സീഡ് സൈക്ലിംഗ് കേട്ടിട്ടുണ്ടാവും. PCOD PCOS ഉള്ള ആളുകൾക്ക് നാച്ചുറലായിട്ട് നമ്മുടെ PCOS സിംറ്റംസ് മാനേജ് ചെയ്യാനും നോർമൽ സൈക്കിളിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സീഡ് സൈക്ലിംഗ് എന്നുള്ളത്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സീഡ് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമ്മുടെ ഒരു പീരീഡ്സിൻ്റെ സൈക്കിൾ നമ്മൾ 28 ഡേയ്സ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആദ്യത്തെ 14 ഡേയ്സ്, അതായത് നമ്മുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് 14 ഡേയ്സിനെ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയാം. അതിനുശേഷം 15 മുതൽ 28 ഡേയ്സ് വരെയുള്ളതിന് സെക്കൻഡ് ഫേസിനെ ലൂട്ടിയൽ ഫേസ് എന്നും പറയാം. ആദ്യത്തെ ഫേസിൽ, അതായത് ഫോളിക്കുലാർ ഫേസിൽ നമ്മൾ 2 സീഡ്സ് ആണ് കഴിക്കേണ്ടത്. ഒന്ന് ഫ്ലാക്സ് സീഡ്, മറ്റൊന്ന് പംകിൻ സീഡ്സ്. ഫ്ലാക്സ് സീഡ് ഈസ്ട്രോജൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പംകിൻ സീഡുകൾ ടെസ്റ്റോസ്റ്റിറോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മൾ രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള ലൂട്ടിയൽ ഫേസ്, അതായത് പീരീഡ്സ് കഴിഞ്ഞിട്ട് 15th ഡേ മുതൽ 28 ഡേയ്സ് വരെയുള്ള ആ കാലയളവിൽ 2 സീഡ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിലാദ്യത്തേത് സെസം സീഡ്സ് ആണ്, മറ്റൊന്ന് സൺഫ്ലവർ സീഡാണ്. ഈ 2 സീഡ്സും നമ്മുടെ പ്രോജസ്ട്രോൺ ഹോർമോണിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓവറോൾ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഫുഡിൽ ഈ തരത്തിൽ നമ്മൾ പ്രോപ്പർ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു നാച്ചുറൽ വേയിൽ നമ്മുടെ സൈക്കിൾസ് നോർമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളിത് കഴിക്കേണ്ട ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് നോക്കിയാലോ. 1 ടേബിൾ സ്പൂണ് 2 തരത്തിലുള്ള സീഡ്സ് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി കഴിക്കുകയാണ് വേണ്ടത്.